കോഴിക്കോട് ഫറൂഖിൽ 4000 കിലോ നിരോധിത ശർക്കര പിടികൂടി. സേലത്ത് നിന്ന് കൊണ്ടുവന്ന ശർക്കരയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത്. ഇല്ലാത്ത ശർക്കര വിൽപ്പന നടത്തുന്നതായി ലോറിയിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 4000 കിലോയോളം ഉള്ളതായി കാണപ്പെട്ടു. ലേബൽ വിവരങ്ങളൊന്നും കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടൊരു നിറവ്യത്യാസം കാണപ്പെടുന്നു. അതിൽ കൃത്യമായ നിറം ചേർത്തിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് കൂടുതൽ പരിശോധനയ്ക്കായി ലാബിലേക്ക് സാമ്പിളെടുത്ത് അയച്ചിട്ടുണ്ട്. രാഹുൽ കെവിയുടെ രാഹുൽ, ഈ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാത്ത ശർക്കരയാണോ ഇത്? അതുകൊണ്ടാണോ ഇത് ഇവിടെ നിരോധിക്കപ്പെട്ടത്? വലിയ തോതിലുള്ള വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതായിരുന്നോ? ആരാണ് ഇതിന് പിന്നിൽ? അഞ്ജിത, ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ മാനദണ്ഡം പാലിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതായത് ഈ നിറം ചേർത്ത ശർക്കരയുടെ വിൽപ്പന തടയുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ലേബലില്ലാത്ത ശർക്കര അതിൻ്റെ വിപണനം നിരോധിച്ചതാണ്. അപ്പോൾ സേലത്ത് നിന്ന് ഈ വാഹനത്തിൽ 4000 കിലോ ശർക്കര കോഴിക്കോട്ടേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇവിടെ വിവിധ ഗോഡൌണുകളിലേക്കാണ് കൊണ്ടുവന്നത് എന്നാണ് ആ വാഹനത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടപടി സ്വീകരിച്ചിരിക്കുന്നു. ഇവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒപ്പം ചെറിയ നിറവ്യത്യാസവും ശർക്കരയിൽ കാണുന്നുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൻ്റെ ഭാഗമായി സാമ്പിളുകൾ ലാബിലേക്കും അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലം കൂടി വരുന്ന മുറയ്ക്കാണ് മറ്റു നടപടികൾ ഉണ്ടാവുക. ഈ കേസ് RDO കോടതിക്ക് കൈമാറി. ശരി.